ക്രാഫ്റ്റി കലവറയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോകൾ എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലെല്ലാമുള്ള സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ, അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ചാരുപടി. അപ്പോൾ അത് പെട്ടെന്ന് നിറം മങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നല്ലപോലെ തിളക്കാം, സ്റ്റീൽ എങ്ങനെ ബ്രൈറ്റ് ആക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം ചിലവില്ലാതെ നമുക്കിതെങ്ങനെ ബ്രൈറ്റ് ആക്കി എടുക്കാം നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ സ്റ്റീലിൽ എത്രമാത്രം അഴുക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഒരാളെ വെച്ച് നിർത്തി അത് ബഫ് എല്ലാം ചെയ്ത് വരുമ്പോൾ ഒരുപാട് പൈസ നമുക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കണ മിശ്രിതം ഒരു യാതൊരു കെമിക്കലോ ഒന്നുമല്ല. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ചിലവ് വരുന്നത് ഒരു 30 രൂപ മാത്രമാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ആ മിശ്രിതം തേച്ചതിന് ശേഷം എത്ര മണിക്കൂർ വെക്കാമോ അത് അത്രയും നല്ലതാണ്. എത്ര വൈകി നമ്മളത് തുടച്ച് കളഞ്ഞാൽ അത്രയും ബ്രൈറ്റായി കിട്ടും. നമ്മൾ തേച്ച ആ ഒരു മിശ്രിതം ഉണങ്ങി കഴിയുമ്പോൾ തുടച്ചാൽ നല്ലോണം ബ്രൈറ്റായി കിട്ടും. നമ്മൾ ചെയ്തെടുത്ത ആ ഒരു മിശ്രിതം നമ്മുടെ സ്റ്റീലിൻ്റെ ചാരുപടിയിൽ അതൊരു 10 മിനിറ്റത്തോളം ഞാനവിടെ അപ്ലൈ ചെയ്ത് വെച്ചായിരുന്നു. അതിന് ശേഷമാണ് ഒരു കോട്ടൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ കോട്ടൻ്റെ മറ്റു തുണി എന്തെങ്കിലും ആവാം, അത് വെച്ച് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുക. ഒരുപാട് ബലമോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. ആ തുടച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ എത്രത്തോളം വ്യത്യാസം വന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കോട്ടൻ്റെ വേസ്റ്റ് എടുത്ത് നല്ലപോലെ തുടച്ചെടുക്കുക. അതെന്ന് വെച്ചാൽ അതിന് ശേഷം ഒരു തുണിയും കൂടി എടുത്തിട്ട് തുടക്കണം. നമ്മൾ ആദ്യം ചെയ്ത കോട്ടനിൽ നല്ലപോലെ പൊടി വരും. നമ്മൾ ഇത് ഉണങ്ങി വരുമ്പോൾ നല്ലപോലെ പൊടി വരും. അതിനുശേഷം നമ്മൾ വേറൊരു കോട്ടൻ്റെ തുണി എടുത്ത് നല്ലപോലെ തുടച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ അത് വ്യത്യാസം കാട്ടും. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു സ്റ്റീലിൽ എത്രത്തോളം ബ്രൈറ്റായി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു മിശ്രിതം എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഇതിനെ ഞാനിവിടെ എടുത്താക്കേണ്ടത് നീലത്തിൻ്റെ പൊടിയാണ് കേട്ടോ. നമ്മുടെ പെയിൻറ് കടകളിലെല്ലാം ഇത് സുലഭമായി കിട്ടും. ഇതിന് ചാർജ് വരുന്നത് 20 രൂപ മാത്രമാണ് വരുന്നത്. പിന്നെ നമ്മൾ എടുത്താക്കേണ്ടത് ഭസ്മത്തിന് 10 രൂപ. അങ്ങനെ 30 രൂപ ചിലവിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് റെയിൽ, അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ചാരുപടി ഇതെല്ലാം നല്ലപോലെ ബ്രൈറ്റ് ആക്കി എടുക്കാം. നമ്മൾ എടുത്ത ആ ഒരു പാക്കറ്റ് ഭസ്മത്തിൻ്റെ പകുതിയോളം മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ എടുത്ത ഭസ്മത്തിൻ്റെ ആ അളവിൽ തന്നെ ആ ഒരു നീലവും കൂടി അതിലേക്ക് ഇടുക. എന്നിട്ട് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വെള്ളം, പച്ചവെള്ളമാണ് നമ്മൾ എടുത്തേക്കുന്നത്. വേറെ യാതൊരു കെമിക്കലോ നമുക്കൊന്നും ചേർക്കണ്ട. നമ്മളെടുത്ത പച്ചവെള്ളവും കൂടി ഭസ്മവും നീലവും കൂടി നല്ലപോലെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷമായിട്ട് നമ്മൾ ആ ഒരു സ്റ്റീലിൽ നല്ലപോലെ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ നമ്മൾ ആ ഒരു പിടിക്കണ ഭാഗം ഒഴികെ മറ്റു ഭാഗത്തേക്കെല്ലാം നല്ലപോലെ കറയോട് കൂടിയുള്ള അഴുക്കുണ്ടായിരുന്നു. നമ്മൾ ചെയ്തെടുത്ത ആ ഒരു മിശ്രിതം വെച്ച് ഇപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ എടുത്ത ആ മിശ്രിതം വെച്ച് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അഴുക്ക് പോകണതായിട്ട് തന്നെ മനസ്സിലാവും. കണ്ടോ, ആ ഒരു വീഡിയോ കാണാമെന്ന് മനസ്സിലാവും. അപ്പോൾ അത് യാതൊരു കെമിക്കലോ മറ്റു കാര്യങ്ങളോ നമ്മളൊന്നും തന്നെ ചേർത്തിട്ടില്ല. നമുക്ക് എടുത്തേണ്ടത് നീലവും ഭസ്മവും മാത്രം. അപ്പോൾ നമ്മൾ ആ ഒരു മിശ്രിതം നല്ലപോലെ അപ്ലൈ ചെയ്യാം. നമുക്കിപ്പോൾ വീഡിയോ നോക്കുമ്പോൾ ആ ഒരു ഭാഗത്തെല്ലാം നല്ലപോലെ തുരുമ്പ് നമ്മൾ എടുത്ത ആ ഒരു മിശ്രിതത്തിൻ്റെ അളവിൽ നല്ലപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ഉണങ്ങാൻ പറ്റുമോ ആ ഒരു രീതിയിൽ ഉണക്കിയെടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കുക. ആ ഒരുപാട് തുരുമ്പ് പോകുമെന്നല്ല, ഒരു ജസ്റ്റ് ഏകദേശം നമുക്കൊരു തുരുമ്പ് കുറഞ്ഞ സ്റ്റീലിട്ട് ചെയ്യുമ്പോൾ തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റീലിലെ തുരുമ്പ് പോകാനും കൂടി ഇത് നമുക്ക് സഹായിക്കും. അങ്ങനെ ആ ഒരു തുരുമ്പ് പിടിച്ച ഭാഗത്ത് നല്ലപോലെ വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ചെയ്ത വീഡിയോ കംപ്ലീറ്റ് ആവാറുണ്ടായി. നമ്മുടെ ആ ഹാൻഡ് റെയിലിൻ്റെ ബ്രൈറ്റ്നസ് നല്ലപോലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്